നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, വിദ്യാമ്മ ധ്യാനത്തിലായതുകൊണ്ട് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. മറ്റുള്ളവരുടെ ഏകാഗ്രതയെക്കുറിച്ച് ഇത്രയും കരുതലുള്ളയാൾ സ്വന്തം മനസ്സിന്റെ ഏകാഗ്രതയെക്കുറിച്ച് എന്തേ അല്പം പോലും ബോധവാനല്ലാതെ പെരുമാറുന്നത്? അല്ല വിദ്യാമ്മ, അത് പിന്നെ ഞാൻ ഒന്നിനും അത്ര ക്ഷമയുള്ള കൂട്ടത്തിലല്ല കിഷൻ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ വേണ്ടപ്പെട്ട ഒരാളെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ സാക്ഷാൽ ദേവിയെ മനസ്സ് നിറഞ്ഞൊന്ന് തൊഴാൻ പോലും മറന്നത് എന്തേ? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതെ, സത്യമാണ്. ഞാൻ ദേവു ചേച്ചി അന്വേഷിച്ച ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി നോക്കിയത്. ചേച്ചിയെ അവിടെയൊക്കെ തെരഞ്ഞു നടക്കുന്നതിനിടയിൽ ദേവിയെ നന്നായിട്ട് തൊഴാനും മറന്നു. ചേച്ചിയെ കാണാൻ പറ്റാത്തുള്ള വിഷമം കാരണം ചേച്ചിക്ക് പോവാൻ സാധ്യതയുള്ളിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചു നോക്കി, പൂക്കടയിലും ഹോസ്പിറ്റലിലും ഒക്കെ. പക്ഷേ ചേച്ചിയെക്കുറിച്ചൊന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല വിദ്യാമേ. ഞാനാകെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അതാ ഒന്നിലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നത്. എനിക്ക് ദേവു ചേച്ചിയെ എത്രയും പെട്ടെന്നൊന്ന് കണ്ടേ പറ്റൂ. കിഷൻ പരിഭ്രമിക്കണ്ട. ദേവുട്ടിക്ക് ഒരാപത്തും സംഭവിക്കില്ല. അവൾ സുരക്ഷിതയായി തന്നെയുണ്ട്. നേരാണോ വിദ്യാമേ? ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലെന്ന് മാത്രമല്ല, അവളിപ്പോ ആശ്വാസത്തോടെ ഇരിക്കുക. എനിക്ക് ചേച്ചി ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. കാണാലോ. അതിന് സമയമാകുമ്പോ ദേവു ചേച്ചി കിഷന്റെ മുന്നിലെത്തുക തന്നെ ചെയ്യും. എനിക്ക് ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. കിഷന്റെ മനസ്സെന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് നേടാനുള്ളത് മറന്നു പോകുന്നവരാണ് ഏറെയും. കിഷനും അതുപോലെ ആവരുത്. എന്നും അമ്മയുടെ മുന്നിൽ ചെന്ന് നീ മനസ്സ് തുറന്നു പ്രാർത്ഥിക്ക. എല്ലാ സങ്കടങ്ങൾക്കും അറുതിയുണ്ടാവും. അമ്മ മൂകാംബിക എന്നെ കൈവിടില്ല. സമാധാനത്തോടെ പോകൂ. ദേവൂട്ടിയുടെ കാര്യം ഓർത്ത് കിഷൻ സങ്കടപ്പെടണ്ട. ധൈര്യമായിട്ട് പോവും.